അനേക യുദ്ധങ്ങൾ ഈ ആഴ്ച നിങ്ങൾ ജയിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്ന് പറയുന്നത് ആത്മാവിന്റെ ദൂതായിട്ട് തന്നെ പറയട്ടെ, നിങ്ങളെ എതിരേൽക്കുന്ന ഒരു സ്വർഗമുണ്ട്. വീട്ടുകാരൻ നിന്നെ കാണുമ്പോൾ മുഖം തിരിച്ച് കടന്നു പോകും. നീ കൈ അയച്ച് സഹായിച്ച് കൈ ഉയർത്തി കൊണ്ടുവന്ന പലരെ പിടിച്ചുയർത്തിയവർ ഇന്ന് നിന്നെ ചവിട്ടി താഴ്ത്തും. പക്ഷെ സ്വർഗത്തിന് എതിരേച്ചു വരും. അബ്രഹാമെ, നിനക്കും വേണമെങ്കിൽ ലോകത്തിന്റെ കർത്തതയിൽ തിരിഞ്ഞു പോകാമായിരുന്നു. പക്ഷെ നീ ലോകത്തിനെ സഹായിക്കാൻ ഇറങ്ങിയത് കൊണ്ട് നിന്നെ എതിരേൽക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ദൈവസ്നേഹത്തിൽ എന്ത് ചെയ്താലും കൈയടിക്കുന്ന സ്വർഗമെന്ന ഓർത്ത് ഇന്നിരാണ് സ്തോത്രം ചെയ്യണം. നീ ദൈവനാമത്തിൽ എന്ത് ചെയ്താലും നിനക്ക് ക്ഷയിക്കാൻ തരുവാൻ സ്വർഗം കടന്നു വരും. അത് ദൈവം തന്റെ പുരോഹിതനെ അയച്ചു അബ്രഹാമിന്റെ ഹൃദയത്തിന് സന്തോഷമായ ഹല്ലേലൂയ വീഞ്ഞും അവിടെ ശക്തി കൊടുക്കുന്ന കരുത്ത് കൊടുക്കുന്ന അപ്പവും കൊടുത്തതുപോലെ ഇന്ന് പകൽക്കാല ക്രൂശിന്റെ വചനങ്ങൾ വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ നീതിയും സമാധാനവും തമ്മിൽ ഇതാ കാൽവരിയിൽ ചുംബിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് പറയാം, ക്രൂശിലേക്ക് നമുക്കൊന്ന് പറഞ്ഞാട്ടെ. ഇന്ന് പകൽ സ്വർഗം എന്നെ ജയിപ്പിക്കുന്ന പകൽക്കാലമാണ്. ഏത് വിഷയത്തിലാണ് നിന്നെ തോൽപ്പിച്ചത്, ശത്രു എവിടെ നിന്നെ തോൽപ്പിച്ചത്, നീ അവിടെ ജയിക്കാൻ പോകുക. എവിടെ നിനക്ക് പരാജയ ഭീതി ഇട്ടത്, അവിടെ നീ ജയിക്കാൻ പോകുക. Our ears are widely open to hear the trumpet sound, the tinkling of eyes. We are going to transform in a glorious body. Hallelujah, hallelujah, and ever and ever. എല്ലാവരും എഴുന്നേറ്റതാണ്. ഇത് ദൈവദൂതന്മാരെ എതിരിച്ചു വരും. ദൈവദാസന് നിന്റെ അടുത്ത് വരുന്ന ദൈവദൂതന്മാർ അവർക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. നീ ജയിച്ചവനാണ്. എല്ലാവരും പറഞ്ഞു നീ ഒരു പരാജയമാണ്. വീട് വിട്ട് ഇറങ്ങിപ്പോയത് അബദ്ധമായ അബ്രഹാമെ നാഹോര് പറഞ്ഞു. ലോത്ത് പറഞ്ഞു, എന്തിനാ മക്കളില്ലാതെ നീ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടെ കിടക്കുന്നത്, നല്ല നീരോട്ടമുള്ള സ്ഥലം തേടി ഞാൻ പോകുവാണ്. എല്ലാവരും നിന്നെ ചവിട്ടി താഴ്ത്തി, എല്ലാവരും നിന്നെ ആക്ഷേപിച്ചു. നിന്റെ ശൂന്യത പട്ടണത്തിൽ പലർക്കും പാട്ടായിരുന്നു. നിന്റെ തകർച്ച പലരും കൈകൊണ്ട് ചിരിച്ചു. പക്ഷെ നിന്നെ എതിരേൽക്കാൻ ദൈവദൂതന്മാർ വരുന്നു. നിന്നെ എതിരേൽക്കാൻ ദൈവം നിന്റെ കൈപിടിച്ച് കുളിക്കുന്നത് ഒരു